വിളിച്ചിറങ്ങി ഉടനെ തന്നെ എനിക്ക് കോൾ വന്ന് മീഷോ നട്ടു. അപ്പോൾ ഞാൻ ഓടി പോകുന്നതാണ് ഈ കാണുന്നത്. ഓടിപ്പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പീഡ് തന്നു, ബാക്കി ഞാൻ സ്പീഡ് കൂട്ടിയതാണ്. അപ്പോൾ ഈ ചേച്ചിക്ക് ഓൾറെഡി വീട് അറിയാവുന്നതുകൊണ്ട് പുള്ളിക്കാരി നേരെ ഇങ്ങോട്ട് വന്നു. കാരണം എപ്പോഴും പുള്ളിക്കാരി കാണുന്ന അമ്മേനെയാണ്. എന്ത് സാധനം വന്നാലും അമ്മേനെ കൊണ്ട് ഞാൻ വാങ്ങിക്കാറ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് നടന്നിവിടെ വരെ വരണ്ടേ, അതൊക്കെ മടിയായതുകൊണ്ട് അമ്മേനെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിക്കണേ. ഇന്നിപ്പോൾ കടലുള്ളതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഓടിപ്പോയി. പിന്നെ അല്ല അമ്മേനെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ ഓടിപ്പോയതാണ്. അപ്പോഴത്തേക്ക് ഇത് വേറെ സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ആ വോൾ സ്റ്റിക്കർ ഇല്ലേ, അല്ല മരയിൽ ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് മേടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായി. അതാണ് സംഭവം. ഇത് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല കാണിക്കാതിരുന്നത്. ഇതെല്ലാം കാണാൻ തന്നെ പൊട്ടിച്ച് നോക്കി. വേറെ ഞാൻ പൊട്ടിക്കാമെന്നില്ല വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞിട്ടാണല്ലോ ഓർഡർ ചെയ്തിട്ട് ഞാൻ നീ തന്നെ പൊട്ടിച്ചോന്ന് പറയും. അങ്ങനെ പൊട്ടിച്ചൊക്കെ നോക്കിയപ്പോൾ 3 റോളൊക്കെ ഉണ്ട്. എനിക്ക് അവരൊന്നും തോന്നിയില്ല. എനിക്കിൽ എൻ്റെ മീശയാണോ ചതച്ചത് കണ്ണനാണോ ചതച്ചത് എനിക്ക് മനസ്സിലായില്ല ഈ സത്യത്തിൽ. കാരണം എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ കാണിച്ചത് തന്നെയാണ് അവർ അയച്ചു തന്നതൊക്കെ. അപ്പോൾ ഇവൻ പറയണത് ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇവൻ ഉദ്ദേശിച്ചതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം അവൻ ഉദ്ദേശിച്ച വേറെ ടൈപ്പ് സാധനമാണ്. എന്താണെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല. പിന്നെ വേറെ എവിടെ നിന്നോ കടയിൽ നിന്ന് വാങ്ങിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ റിട്ടേൺ ആക്കിയിട്ടാണ്. കാരണം ഇവൻ്റെ മുഖം നോക്കിയിട്ട് ഇവൻ മോനിട്ട് അയ്യോ ഇത് വേണ്ട, ഇത് ബുക്ക് പൊതിയുന്നതാണെന്ന്. അതാണ് കോമഡി, ബുക്ക് പൊതിയുന്നത്. പിന്നെ ഞാൻ അത് റിട്ടേൺ ആക്കിയായിരുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ ചേട്ടൻ വന്നേ. അപ്പോൾ ഈ ചേട്ടനെയും കൂടി എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ഇടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ സംഭവമൊക്കെ റിട്ടേൺ ആക്കി കൊടുത്തിട്ടുണ്ട്, റീഫണ്ടും ആയിട്ടുണ്ട്.